ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ SBM ബാങ്കും സെറ്റ് ആപ്പ് ഉണ്ടല്ലോ, നമ്മുടെ മുമ്പ് ഇത് മാഗ്നറ്റ് കാർഡായിരുന്നു. മാഗ്നറ്റ് കാർഡ് ഇപ്പോൾ പേര് മാറ്റിയിട്ട് ഇപ്പോൾ സെറ്റ് ക്രെഡിറ്റ് കാർഡ് ആയിട്ടുണ്ട്. അത് UPI ക്രെഡിറ്റ് കാർഡിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു ഓഫർ എന്ന് വേണമെങ്കിൽ പറയാം. ലൈഫ് ടൈം ഫ്രീ ക്രെഡിറ്റ് കാർഡിലെ സെക്ഷനിലാണ് വന്നിരിക്കുന്നത്. നിങ്ങളൊരു FD ക്രെഡിറ്റ് കാർഡ് നോക്കുന്നുണ്ടെങ്കിൽ അതും റൂപേ വേരിയന്റിൽ, അതായത് നിങ്ങൾക്ക് UPI ആപ്സിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നമ്മുടെ നോർമൽ UPI ക്രെഡിറ്റ് കാർഡിനല്ലോ, അതേപോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു FD ക്രെഡിറ്റ് കാർഡ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ്. ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ഒരു കോമ്പറ്റീഷൻ ഇല്ലാത്ത വേറൊരു എന്താ FD UPI ക്രെഡിറ്റ് കാർഡ് ഇല്ല എന്ന് തന്നെ പറയേണ്ട വരും. ഇതിന്റെ പോലത്തെ ഫീച്ചർ തരുന്നത്. ഇത് ലൈഫ് ടൈം ഫ്രീ ആണ്, എക്സ്ട്രാ ചാർജുകളും സംഭവമൊന്നുമില്ല. സെറ്റ് ആപ്പ് ത്രൂ ആണ് നമ്മൾ തന്നെ മാനേജിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മൾ ആക്ച്വലി ഇതിന്റെ ഒരു ലൈവായിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യാനുള്ള ഒരു ചെറിയൊരു വീഡിയോ ഞാൻ ഇതിന്റെ സൈഡിൽ കൊടുക്കാം കേട്ടോ. അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കാം. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽസും ജസ്റ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു പോകാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ലൈഫ് ടൈം ഫ്രീ ക്രെഡിറ്റ് കാർഡാണ്. അതുപോലെ തന്നെ നമുക്ക് ഇൻകം പ്രൂഫ് കാര്യങ്ങളൊന്നും ആവശ്യമൊന്നുമില്ല. അത് വളരെ അറിയാം. നമുക്ക് 7% വരെ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടും FD-മേ. 90% ആണ് നോർമലി ലിമിറ്റ് കിട്ടുക കേട്ടോ. അതായത് 10,000 ഇട്ടാൽ 9,000 കിട്ടും. അങ്ങനെയാണ് ലിമിറ്റ് വരിക. 45 ഡേയ്സിന് ഇൻട്രസ്റ്റ് ഫ്രീ പീരീഡ് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് നമ്മൾ ഡിസ്കൗണ്ടും അതുപോലെ തന്നെ വെൽക്കം ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് ഞാൻ വഴിയെ പറയാം. ഇൻകം പ്രൂഫ് ഒന്നും ആവശ്യമില്ല. നമ്മൾ FD കാർഡ് എന്തിനും എടുക്കണം, നമുക്ക് സിവിൽ സ്കോർ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് നോർമലി എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയാണ്. നിങ്ങൾ സിവിൽ സ്കോർ ഇമ്പ്രൂവ്മെന്റ് ചെയ്യാൻ വേണ്ടി മാത്രം നിങ്ങൾ ഒരു കാർഡ് നോക്കുന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ അത് റെക്കമെൻഡ് ചെയ്യുള്ളൂ. എന്ന് വെച്ചാൽ നിങ്ങൾ ഇത് FD ഇട്ട് കഴിഞ്ഞാൽ മിനിമം ഒരു 6 മാസമെങ്കിലും ഹോൾഡ് ചെയ്യണം. അത് അല്ലെങ്കിൽ അതിന് മുമ്പ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമ്പോൾ ഫൈനും കാര്യങ്ങളൊക്കെ വരും. അത് കഴിഞ്ഞാൽ അവർ പിടിച്ചിട്ടൊക്കെ തരുള്ളൂ ബാക്കിയിട്ടാണ്. അപ്പോൾ അത് എപ്പോഴും ശ്രദ്ധിക്കുക. എന്ന് വെച്ചാൽ കുറേ പേര് ഇട്ട് കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ അപ്പം തന്നെ വേണമെന്നൊക്കെ തോന്നുക, ക്യാഷ് എമർജൻസി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരുണ്ടെങ്കിൽ ഇടണ്ട. എന്ന് വെച്ചാൽ പുലിവാല് പിടിക്കേണ്ടി വരും. നിങ്ങൾക്ക് നഷ്ടവും വരും. എന്ന് വെച്ചാൽ ഒരു ഫൈനും ചാർജൊക്കെ പിടിക്കുക. എന്ന് വെച്ചാൽ ഇതിൻ്റെ മെച്യൂരിറ്റി പീരീഡ് ശരിക്കും 1 year ആണ്. അപ്പോൾ നോർമലി നമുക്ക് 1 year കഴിഞ്ഞാലാണ് നമുക്ക് തിരിച്ച് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ FD എമൗണ്ടും അതുപോലെ തന്നെ പ്ലസ് ഇൻട്രസ്റ്റ് നമുക്ക് കൂടി കിട്ടും. അപ്പോൾ അതാണ് നോർമലി FD കാർഡിന്റെ പരിപാടി. അതായത് ഫിക്സഡ് ഡെപ്പോസിറ്റ് ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്ന സംഭവത്തിന്റെ പരിപാടി. എല്ലാ ഫിക്സഡ് ഡെപ്പോസിറ്റ് ക്രെഡിറ്റ് കാർഡിന്റെ പരിപാടി തന്നെയാണ് കേട്ടോ. പിന്നെ ഇത് നമുക്ക് ഗൂഗിൾ പേയിലും ക്രെഡിലും പേടിഎമ്മിലും ഫോൺ പേയിലും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. UPI കാർഡാണ് വരാൻ പോകുന്നത്. അല്ല വന്നേക്കുന്നത് പുതിയത്. ഇത്രയും കാലം ഇത് മാഗ്നറ്റ് കാർഡായിരുന്നു. SBM മാഗ്നറ്റ് കാർഡ് എന്ന പേരിലായിരുന്നു. അതും നമുക്ക് സെറ്റ് ആപ്പ് ത്രൂ പിന്നെ അതിന് ശേഷം ആക്കിയിരുന്നു. അതാണ് ഇപ്പോൾ പേര് മാറ്റിയിട്ട് സെറ്റ് ആക്കി ആക്കിയിട്ടാണ്. അപ്പോൾ ഇതിന്റെ കുറച്ച് ഫീച്ചേഴ്സ് ഞാൻ പറഞ്ഞുതരാം. ഇതിൽ നമുക്ക് ബെനിഫിറ്റ് നമുക്ക് വേർത്ത് ₹21,000 വേർത്ത് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത്. വെൽക്കം ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് ഇതിൽ OTT പ്ലാറ്റ്ഫോമിന്റെ സബ്സ്ക്രിപ്ഷൻ ഒക്കെ വരുന്നുണ്ട്. ജിയോ ഹോട്ട്സ്റ്റാർ, സോണി ലൈവ്, C5. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് വഴിയെ നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടും കേട്ടോ. അതുപോലെ തന്നെ സൊമാറ്റോന്റെ ഗോൾഡ് മെമ്പർഷിപ്പും അതുപോലെ തന്നെ 25% ഓഫ് ഓൺ സൊമാറ്റോ ഓർഡേഴ്സ് ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ആമസോണിൽ നമുക്ക് 2% ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട് ഓഫർ നമുക്ക് ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആക്ച്വലി സെറ്റപ്പ് ഒക്കെ നമുക്ക് സൊമാറ്റോയിലും അതിലൊക്കെ നോക്കുമ്പോൾ അതിൽ കാണുന്നുണ്ട്. സെറ്റപ്പിന്റെ കാർഡ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഓഫറും കാര്യങ്ങളൊക്കെ ഓൾറെഡി അവർ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഫ്ലിപ്കാർട്ടിലാണെങ്കിൽ 3% ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ആക്ച്വലി ഒരു വെബ്സൈറ്റ് ഒക്കെ നോക്കാം കേട്ടോ. ഡീറ്റെയിൽസ് ഒക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. സ്വിഗ്ഗിയിലാണെങ്കിൽ 20% ഓഫ് അപ് ടു ₹100 വരുന്നുണ്ട്. സ്വിഗ്ഗി ഇൻസ്റ്റാമാർട്ടിലാണെങ്കിൽ ഫ്ലാറ്റ് ₹100 ഓഫ് വരുന്നുണ്ട്. സൊമാറ്റോയിൽ ഞാൻ പറഞ്ഞല്ലോ 20% ഓഫ് വരുന്നുണ്ട്. മാജിക് പിന്നാണെങ്കിൽ നമുക്ക് 20% ഓഫ് വരുന്നുണ്ട്. ബുക്ക് മൈ ഷോയിലാണെങ്കിൽ നമുക്ക് 20% ഓഫർ വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കാർഡെന്ന് വേണമെങ്കിൽ പറയാം. അതും നമുക്ക് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മെയിൻ എടുത്ത് പറയാൻ കാരണം എന്ന് വെച്ചാൽ അത്യാവശ്യം വേർത്താണ്. അപ്പോൾ ഞാൻ എന്തായാലും നമ്മുടെ സെറ്റപ്പിന്റെ റെഫറൽ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആരെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ ലിങ്ക് ത്രൂ അപ്ലൈ ചെയ്യാൻ നോക്കി കിട്ടാനുള്ള ചാൻസ് കൊടുത്തായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക, ചാനൽ ആദ്യമായിട്ട് കണ്ടവരാണെങ്കിൽ എൻ്റെ പേര് ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മൾ ടെക്കിലും ഫിനാൻസിലും എക്സ്പീരിയൻസിലാണ് ക്വാളിഫൈഡ് ആണ്. നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാൻ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നമ്മൾ അവൈലബിൾ ആണ്. ഫോളോ അടിച്ചാൽ മതി. ലിങ്കൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ സെറ്റപ്പിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ അവിടെ ഒരു എന്താ പറയുക സൈഡിലായിട്ട് ഞാൻ വീഡിയോ കാണിക്കാം. അതിൻ്റെ നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്താണ്. ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ഇടുന്നില്ല. എന്ന് വെച്ചാൽ എനിക്ക് എന്താ പറയുക FD കാർഡ് ആവശ്യമില്ല. ഓൾറെഡി ഞാൻ IDFC ബാങ്കിൻ്റെ വൗ കാർഡിൻ്റെ ഒരു വീഡിയോ ഫുൾ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മളത് എടുത്ത് നോക്കിയിരുന്നു നമ്മൾ വീഡിയോ പർപ്പസിന് വേണ്ടിയിട്ട്. പിന്നെ അത് 1 year ആയപ്പോൾ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണുന്നതായിരിക്കും ഇപ്പോൾ പ്രൊസീജിയർ. ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പേരും ഫോൺ നമ്പറും ഇമെയിൽ ഐഡിയും ചോദിക്കും. അത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ഒരു വെബ്സൈറ്റിലേക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിലേക്ക് പോകും. എന്താ വെച്ചാൽ ഇത് iOS-ന് ഇല്ല കേട്ടോ. ഈ ആപ്പ് iOS-ൽ ഇല്ല. അതാണ് കുഴപ്പം. പ്ലേ സ്റ്റോറിൽ മാത്രമേ ഉള്ളൂ. പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ സെറ്റ് എന്ന് പറഞ്ഞൊരു ആപ്പിൻ്റെ ഇത് കിട്ടും. അത് ഇൻസ്റ്റാൾ ചെയ്യുക. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ നമ്പർ വെച്ച് ലോഗിൻ ചെയ്യാൻ പറയും. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് OTP വരും. പിന്നെ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറയും. അതൊക്കെ ബ്ലർ ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ അത് ഫുള്ള് നോർമലി ഇപ്പോൾ എത്ര കാലം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇട്ട് കാണിക്കുക. വെച്ചാൽ നമ്മുടെ ഡീറ്റെയിൽസ് കൊടുക്കുകയാണെങ്കിൽ തന്നെ അത് എന്തായാലും ബ്ലർ ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ കാണിക്കുന്ന ഈ പർപ്പസ് ഫുള്ളി ഇതാവുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മാക്സിമം നമ്മുടെ അത് എന്താ പറയുക ഡീറ്റെയിൽസ് ഒക്കെ തരുന്നത്. ഒന്നാമത് യൂട്യൂബിൻ്റെ റൂൾ ഉണ്ട്. നമ്മുടെ ഡീറ്റെയിൽസ് ഒന്നും കാണാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ അവർ സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബ്ലർ ചെയ്തിട്ടേ കാണിക്കുള്ളൂ. എന്ന് വെച്ചാൽ ബ്ലർ ചെയ്തിട്ട് അതൊന്നും കാണിക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ നമ്മുടെ ഡീറ്റെയിൽസ് ആണല്ലോ കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് അതും പേഴ്സണൽ ഡീറ്റെയിൽസ് പുറത്തേക്ക് വരാൻ പാടില്ലല്ലോ. അപ്പോൾ ബ്ലർ ആയിരിക്കും കേട്ടോ നമ്മുടെ അപ്ലിക്കേഷൻസ് ഒക്കെ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സ്റ്റെപ്സ് ആയിട്ട് പറഞ്ഞു തരുന്നത്. നിങ്ങൾ ഡീറ്റെയിൽസ് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ
നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, ആധാർ നമ്പർ, എന്താ പറയുക ബാക്കിയുള്ള നമ്മുടെ പാൻ കാർഡ് ഡീറ്റെയിൽസ് അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരു FD ഇടാനുള്ള എമൗണ്ട് വരും. നിങ്ങൾ എത്രയ്ക്കാണ് FD മിനിമം 5000 ആണ്. 5000 ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ 10% കിട്ടും. 10000 ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ 10% കിട്ടും. അങ്ങനെയാണ് വരിക. ആ ഡീറ്റെയിൽസ് കാണിക്കും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ബാങ്ക് അക്കൗണ്ട് ത്രൂ UPI ത്രൂ ഒക്കെ നമുക്ക് ഇതിലേക്ക് എമൗണ്ട് ആഡ് ചെയ്യാം. അപ്പോൾ അത് പ്രോസസ്സിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി അപ്രൂവ് ആവും. നോർമലി ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ ആവാറുണ്ട്. ഇപ്പോൾ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ പ്രോസസ് സ്റ്റേജിലേക്ക് പോകും. അപ്പോൾ കുറച്ച് മണിക്കൂറിനുള്ളിൽ തന്നെ അതാവും ചെയ്യും. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാർഡും കാര്യങ്ങളൊക്കെ കയ്യിലിട്ട് കിട്ടാം. അപ്പോൾ അതാണ് ഇതിൻ്റെ പ്രൊസീജിയർ വരുന്നത്. ഇതിന് എക്സ്ട്രാ ചാർജ് ഞാൻ പറഞ്ഞത്, ഇത് ലൈഫ് ടൈം ഫ്രീ കാർഡാണ്. അപ്പോൾ എക്സ്ട്രാ ചാർജും കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ ആരെങ്കിലും FD കാർഡ് നോക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ വൺ ഓഫ് ദി ബെസ്റ്റ് കാർഡ് എന്ന് വേണമെങ്കിൽ പറയാൻ സാധനം എന്ന് വെച്ചാൽ അത്രയ്ക്കും ഫീച്ചേഴ്സ് വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഇത് പുതിയൊരു കാർഡ് ആയതുകൊണ്ട് തന്നെ നല്ല ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ട്രൈ നോക്കാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. SBM Z കാർഡ് എന്ന് അതിൻ്റെ പേര് കിട്ടാം. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മൾ 2 ചാനൽസ് മാത്രമേ കണ്ടുവെക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമുക്ക് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളിലൊക്കെ എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റ് റിപ്ലൈ കൊടുക്കുന്നതാണ്. അടുത്ത കാണാം.